Hello my students, from the last class we studied about double circulation. Okay, what do you mean by double circulation? Yes, double circulation means blood flow from the heart to different parts of the body and vice versa. It passes twice through the chambers of the heart. അതായത് രണ്ട് പ്രാവശ്യം നമ്മുടെ ബോഡിയിൽ നിന്ന് ഡിഫറെൻറ്റ് പാർട്സിലോട്ടും ഹാർട്ടിൽ നിന്ന് ഡിഫറെൻറ്റ് പാർട്സിലോട്ടും ഡിഫറെൻറ്റ് പാർട്സിൽ നിന്ന് ഹേർട്ടിലോട്ടും ട്വൈസ് രണ്ട് ടൈം മൂവ് ചെയ്യുന്നതിനെ പറയുന്ന പേരായിരുന്നു ഡബിൾ സർക്കുലേഷൻ. ഡബിൾ സർക്കുലേഷൻസ് മീൻസ് സിസ്റ്റമാറ്റിക് ആൻഡ് പൾമണറി സർക്കുലേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയുന്നതിനായിരുന്നു ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ അതുവരെയായിരുന്നു പറഞ്ഞിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ടുഡേ നമ്മൾ ഒരു ന്യൂ ടോപ്പിക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പോർട്ടൽ സർക്കുലേഷൻ. വാട്ട് ഡു യു മീൻ ബൈ പോർട്ടൽ സർക്കുലേഷൻ? ലെറ്റ്സ് സീ. ഓക്കെ, certain veins they do not reach the heart and they carry blood from organ to organ. That means in our body some certain veins they do not reach the heart. അവർ എന്ത് ചെയ്യുന്നില്ല, ഹേർട്ടിലോട്ട് എത്താതെ they carry blood from organ to organ. What do you mean by organ? Yes, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഓരോ അവയവങ്ങൾ അല്ലേ. അപ്പോൾ they carry blood from organ to organ. Such veins are called portal veins. Okay, and they begin from one organ as capillaries and end in another organ as capillaries. So such veins are begins from one organ as capillaries and they end in another organ as in the form of capillaries. Okay, portal system is the system of blood circulation in which portal veins are included. So what do you mean by portal circulation or portal system? Yes, it is the system of blood circulation in which portal veins are included. Example for portal system is hepatic portal system. Okay, that's the portal circulation. So എങ്ങനെയാണ് നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ എങ്ങനെയാണ് അബ്സോർബിലോട്ട് എന്താ പറയുക ഹേർട്ടിലോട്ട് എത്തുന്നത്? അതായത് how do the simple nutrients which are absorbed into the blood from the small intestine reach heart? നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ അബ്സോർപ്ഷനും അതുപോലെ തന്നെ ഡൈജഷനും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്മോൾ ഇൻറ്റെസ്റ്റൈൻ തൊട്ടിട്ടാണ് അബ്സോർപ്ഷൻ ബിഗിൻസ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എങ്ങനെയാണ് ഈ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ എത്തുന്ന സിമ്പിൾ ന്യൂട്രിയൻസ് എങ്ങനെയാണ് ഹേർട്ടിൽ എത്തുന്നതെന്ന് നോക്കാം. അവിടെ നമുക്കൊരു ഫ്ലോ ചാർട്ട് കാണാൻ കഴിയും. ഇൻറ്റെസ്റ്റൈനിലുള്ള capillaries in the intestine they move to the hepatic portal vein. hepatic portal veins-ലോട്ട് മൂവ് ചെയ്യും and then it moves through capillaries in the liver and then liver. Then it moves to the hepatic vein. At last it reaches the vena cava and vena cava it moves to the heart. So simple nutrients നമ്മുടെ ഇൻറ്റെസ്റ്റൈനുള്ള കാപ്പിലറീസ് എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, അത് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിനിലോട്ട് മൂവ് ചെയ്യും. ദെൻ ഇറ്റ് മൂവ്സ് ടു ദി കാപ്പിലറീസ് ഇൻ ദി ലിവർ, ദെൻ ഹെപ്പാറ്റിക് വെയിൻ, വീന കാവ ആൻഡ് അറ്റ് ലാസ്റ്റ് ഇറ്റ് റീച്ചസ് ടു ദി ഹേർട്ട്. സോ അതാണ് ഓർഗനിൽ നിന്നും ഓർഗൻ വഴിയാണ് ഈ ഒരു വെയിൻസ് എന്ത് ചെയ്യുന്നത്, ബ്ലഡ് ക്യാരി ചെയ്യുന്നത്. അവർ ഒരു ഓർഗനിൽ നിന്നും കാപ്പിലറീസ് ആയിട്ട് ഫോം ചെയ്തിട്ട് വേറൊരു ഓർഗൻസിൽ കാപ്പിലറീസ് ആയിട്ട് എൻഡ് ചെയ്യുകയാണ്. ആ ഒരു സർക്കുലേഷന് പറയുന്ന പേരാണ് പോർട്ടൽ സിസ്റ്റം. ആൻഡ് എക്സാമ്പിൾ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ആൻഡ് എങ്ങനെയാണ് ന്യൂട്രിയൻസ് ഹേർട്ടിലെത്തുന്നത്? ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ്, ഈ ഒരു ഹിൻസ് ഉപയോഗിച്ചിട്ട് ഇവിടെ 3 ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്, അതിനെ ആൻസർ ചെയ്യുക. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഹാവ് യു എവർ തോട്ട് വൈ സിമ്പിൾ ന്യൂട്രിയൻസ് റീച്ച് ദി ലിവർ? എന്തിനായിരിക്കും ലിവറിൽ സിമ്പിൾ ന്യൂട്രിയൻസ് എത്തുന്നത്? ലെറ്റ്സ് സീ. ലിവർ ഈസ് ദി സെൻറ്റർ ഓഫ് മെറ്റബോളിസം. Yes, what is that?
liver is the center of metabolism. Simple nutrients undergo several changes in the liver. Liver ആണ് എന്താണ് മെറ്റബോളിസത്തിൻ്റെ center, and simple nutrients in liver, simple nutrients undergo several changes. For example, storage of glucose in the form of glycogen, releasing energy from fatty acids, producing cholesterol, etc. are such changes. So in liver നടക്കുന്ന ചേഞ്ചസ് ഏതൊക്കെയാണ്? Yes, storage of glucose in the form of glycogen, releasing energy from fatty acid, producing cholesterol, etc. ഇത്രയും ചേഞ്ചസ് ലിവറിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, ഹാവ് യു അണ്ടർസ്റ്റുഡ് ദ റോൾ ഓഫ് ഹേർട്ട് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ് ടു ഓൾ പാർട്സ് ഓഫ് ദ ബോഡി? യെസ്, എങ്ങനെയാണ് നമ്മുടെ ഹേർട്ട് നമ്മുടെ സിമ്പിൾ ന്യൂട്രിയൻസിൻ്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ ഹോൾ ബോഡി പാർട്സിലോട്ട് എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. ഇറ്റ്സ് പോർട്ടൽ സർക്കുലേഷൻസ് വഴിയും ബ്ലഡ് സർക്കുലേഷൻസ് വഴിയും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ഹേർട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്താണ്? ഇറ്റ്സ് ഓഫ് കോഴ്സ് ഹേർട്ട് റിതമിക്കായിട്ട് എന്ത് ചെയ്യണം, ഫങ്ഷനിങ് ചെയ്യണം. So what do you mean by heartbeat pulse? So the next topic is heartbeat pulse and BP. Okay. So first one is heartbeat. What do you mean by heartbeat? നമ്മുടെ ഹേർട്ടിൻ്റെ ഇവിടെ കൈ വെച്ചാൽ നമുക്ക് മനസ്സിലാകും അതിങ്ങനെ ഒരു മൈന്യൂട്ട് സെക്കൻഡ് വൈസായിട്ട് അതെന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ്സ് ബീപ്പ് ചെയ്യുന്നുണ്ട്. സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഹേർട്ട് ബീറ്റ്. ഓക്കെ, one systole and the subsequent diastole together constitute a heartbeat. So heartbeat, which means one systole and a subsequent diastole together constitute, which is an heartbeat. Okay, so what do you mean by systole and diastole? Let's see. It takes about 0.8 seconds. So ഒരു ഹേർട്ട് ബീറ്റിന് 0.8 സെക്കൻഡിൽ ഒരു ഹേർട്ട് ബീറ്റ് നടക്കുന്നുണ്ട്. And what do you mean by systole? Contraction of the chambers of the heart is termed as systole. Yes, from the previous classes we studied that heart has 4 chambers, and when the chambers has contracted, the contraction of the chambers is called systole. During this phase, blood flows from the atria to the ventricles and from the ventricles to the outside. സോ ഈ ഒരു സിസ്റ്റോളിൻ്റെ ആ ഒരു മൈന്യൂട്ട് സെക്കൻഡ് ടൈംസിൽ എന്താണ്, യെസ്, ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിൽ നിന്നും ഫസ്റ്റ് എവിടേക്കാണ് ബ്ലഡ് എത്തുന്നത്? യെസ്, ഓഫ് കോഴ്സ് ഇറ്റ് ഫസ്റ്റ്ലി റീച്ചസ് ടു ദി ആട്രിയ ആൻഡ് ദെൻ വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടിക് വാൾവ് വഴി അയോട്ടയും പൾമണറി വാൾവ് വഴി പൾമണറി വെയിൻസിലോട്ടും പോകുന്നുണ്ട്. സോ വെൻട്രിക്കിൾസിനെത്തിയാൽ ഡിഫറെൻറ്റ് ബോഡി പാർട്സിലോട്ട് ventricles to outside body parts ലോട്ട് പോകുന്നുണ്ട്. So that is the systole. Subsequently, along with the atria, the ventricles also relax. So atria relax ചെയ്യുന്ന ടൈമിൽ തന്നെ വെൻട്രിക്കിൾസും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഓൺ ദി ടൈം തന്നെ വെൻട്രിക്കിൾസും റിലാക്സ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ റിലാക്സേഷൻ പീരീഡിന് വിളിക്കുന്ന പേരാണ് diastole. So the contraction period is the systole and the relaxation period is the diastole. In this phase, chambers of the heart get filled with blood. So കോൺട്രാക്ഷനും കഴിഞ്ഞു, റിലാക്സേഷൻ ടൈം കഴിഞ്ഞ ഉടനെ തന്നെ എന്താണ്, ആ ഒരു സെക്കൻഡിൽ തന്നെ ഹേർട്ടിൽ പിന്നെയും ബ്ലഡ് വന്ന് നിറഞ്ഞിട്ട് ആ ഒരു പ്രോസസ്സ് പിന്നെയും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ. സോ എല്ലാവർക്കും കിട്ടിയല്ലോ എന്താണ് ഹേർട്ട് ബീറ്റ് എന്നുള്ളത്. വൺ സിസ്റ്റോൾ ആൻഡ് ടുഗദർ, ആ ഒരു സിസ്റ്റോൾ ആൻഡ് ഡയസ്റ്റോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ടുഗദർ, ദാറ്റ് ഈസ് കോൾഡ് സിസ്റ്റോൾ. കോൺട്രാക്ഷൻ ആൻഡ് കോൺട്രാക്ഷൻസ് സിസ്റ്റോളും അതിൻ്റെ റിലാക്സേഷൻ പീരീഡാണ് ഡയസ്റ്റോളും. 0.8 സെക്കൻഡിലാണ് ഒരു ഹേർട്ട് ബീറ്റ് നടക്കുന്നത്. ഓക്കെ, the heart beat at an average rate of 72 times per minute. ഒരു മിനിറ്റിൽ 72 പ്രാവശ്യമാണ് നമ്മുടെ ഹേർട്ട് ബീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിവിടെ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. The wave like movement
formed due to the contraction and relaxation of the heart is felt throughout the walls of the arteries. This is called pulse. So what do you mean by pulse? Yes, നമ്മുടെ ആർട്ടറീസിൻ്റെ വാൾസിന് കോൺട്രാക്ഷൻ അതുപോലെ തന്നെ റിലാക്സേഷൻ വഴി ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ആ ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റ് നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ചസിന് പറയുന്ന പേരാണ് പൾസ്. ഓക്കെ, rate of pulse is equivalent to that of the heartbeat. So heartbeatum pulse-ൻ്റെയും റേറ്റ് എന്താണ്? ഇറ്റ്സ് ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. ഓക്കെ, after doing exercise for a few minutes, check the pulse rate again. What difference do you notice? What is it reason? അതായത് നമ്മൾ നമ്മുടെ സാധാ ഹാർട്ട് ബീറ്റും അതല്ലെങ്കിൽ പൾസും ചെക്ക് ചെയ്യുക. ആഫ്റ്റർ എക്സസൈസിൻ്റെ ഹാർട്ട് ബീറ്റും ഒന്ന് ചെക്ക് ചെയ്യുക. എന്തായാലും ചേഞ്ചസ് ഉണ്ടാകും. എന്താണ് ചേഞ്ചസിന് കാരണം? ഇറ്റ്സ് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് മോർ എമൗണ്ട് ഓക്സിജൻ മസ്റ്റാണ് അല്ലേ? നമ്മൾ കിതക്കുന്നത് കാണാൻ. അതെന്തുകൊണ്ടാണ്? ഇറ്റ്സ് നമുക്ക് ഒരുപാട് എമൗണ്ടിൽ ഓക്സിജൻ ആവശ്യമായി വരുമ്പോൾ അവിടെ ബ്ലഡ് സർക്കുലേഷൻ്റെ ആ ഒരു അളവ് അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് ഇൻക്രീസ് ചെയ്യും. സോ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചാൽ അവിടെ HB അതായത് ഹാർട്ട് ബീറ്റിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് ദാറ്റ് മീൻസ് എന്താണ്? പൾസ് റേറ്റ് ഈസ് ആൾസോ ഇൻക്രീസസ്. സോ അതുകൊണ്ടാണ് എക്സസൈസ് ചെയ്താൽ നമുക്ക് എന്താണ് നമ്മുടെ ആ ഒരു ഹാർട്ട് ബീറ്റിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ കാരണം നമുക്ക് ഒരുപാട് അളവിൽ ഓക്സിജൻ ആവശ്യം വരും. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ്റെ എമൗണ്ടും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, apart from the wrist, what are the other parts of the body where we can feel the pulse? വിസ്റ്റ് കൂടാതെ വേറെ ഏതൊക്കെ പാർട്സിൽ നമുക്ക് നമ്മുടെ ആ ഒരു ബീറ്റ് റേറ്റ് പൾസിൻ്റെ റേറ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും? ഇറ്റ്സ് ബോത്ത് സൈഡ് ഓഫ് ദി ഫോർഹെഡിൻ്റെ ബോത്ത് സൈഡ്, അതുപോലെ തന്നെ ഓൺ ഏതർ സൈഡ് ഓഫ് ദി നെക്കിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലും നമുക്ക് എന്ത് ചെയ്യാം? പൾസ് റേറ്റ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, about 70 ml of blood is pumped into the arteries every time the heart contracts. So during the heart contraction, about 70 ml of blood is pumped into the arteries. The pressure exerted by this excess blood on the wall of the arteries is systolic pressure. സോ നമ്മുടെ ആർട്ടറീസിൻ്റെ വാൾസിൽ എന്താണ് എക്സസ് പ്രഷറാണ് എക്സേർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സിസ്റ്റോളിക് പ്രഷർ. ഓക്കെ, systolic pressure. So what do you mean by systolic pressure? Yes, the pressure exerted by this excess blood on the walls of the arteries is called systolic pressure, and this is 120 mmHg ആണ്. എന്താണ് ഹൈ പ്രഷർ റേറ്റ് എന്ന് പറയുന്നത്? systolic pressure. Okay, when the heart dilates fully, the same quantity of blood enters the heart. It's during the relaxation time of the heart, same quantity of blood എന്ത് ചെയ്യുന്നുണ്ട്? ഹേർട്ടിലോട്ട് പിന്നെയും വരുന്നുണ്ട്. Okay, a low pressure felt in the arteries of the wall during this time is known as diastolic pressure. So ദാറ്റ് ഈസ് 80 mmHg ആണ്. അതായത് ഹൈ പ്രഷറാണ് നമ്മുടെ ആർട്ടറീസിൻ്റെ വാൾസിൽ ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സിസ്റ്റോളിക് പ്രഷറും, ലോ പ്രഷറാണ് ആർട്ടറീസിൻ്റെ വാൾസിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദി ഡയസ്റ്റോളിക് പ്രഷർ, ദാറ്റ് ഈസ് 80 mmHg ആണ്. The blood pressure of an individual is stated in terms of these two pressures. So ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രഷർ നമ്മൾ ടേം ചെയ്യുമ്പോൾ രണ്ടായിട്ട് പറയുന്നത് നമ്മൾക്കറിയാൻ തന്നെ ഹൈ BP ലോ BP എന്നൊക്കെ പറയില്ല. അതെന്തുകൊണ്ടാണ്? ഇറ്റ്സ് ഹൈ BP ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സിസ്റ്റോളിക് പ്രഷർ. അതായത് ഡയസ്റ്റോളിക് പ്രഷറിലും സിസ്റ്റോളിക് പ്രഷറിലും കൂടുന്ന അളവ് ഇതേപോലെ ഇതിനും കുറയുന്ന അളവിനെയാണ് ഹൈ BP അതേപോലെ ലോ BP എന്ന് പറയുന്നത്. ആൻഡ് what is the instrument used to measure the BP? Yes, the sphygmomanometer and digital BP apparatus are the instrument used to measure the BP. Okay. Variation in blood pressure.
you might have understood that the desired rate of blood pressure is 120/80 mmHg. So നമ്മോട് പ്രഷറിൻ്റെ ആ ഒരു എമൗണ്ട് എത്രയാണ് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് എഴുതുക? 120/80 mmHg ആണ്. ഓക്കെ. The condition in which the blood pressure increases above the normal rate is a disease condition called hypertension. So, normal rate-il ninnum ee oru rate-il ninnum increase cheyyunna condition vilikkunna perana hypertension, and ee oru prescribed rate-il ninnum decrease cheyyunna aa oru condition vilikkunna perana hypotension. കുറഞ്ഞാലുള്ള ഡിസീസാണ് ഹൈപ്പോടെൻഷൻ, ആൻഡ് കൂടിയാൽ വരുന്ന ഡിസീസാണ് ഹൈപ്പർ ടെൻഷൻ. സോ ആൻഡ് ഐ എം ആസ്കിങ് എ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ റീസൺ ഫോർ ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഹൈപ്പോടെൻഷൻ? ഇറ്റ്സ് ഓഫ് കോഴ്സ് ലാക്ക് ഓഫ് എക്സസൈസ്, അതുപോലെ തന്നെ ഫാറ്റി ഫുഡിൻ്റെ അമിതമായിട്ടുള്ള നമ്മൾ ഫാറ്റി ഫുഡ് കഴിക്കുന്നത് കൊണ്ട്, സ്മോക്കിങ്, അതേപോലെ തന്നെ നമ്മൾ സ്മോക്കിങ്, പിന്നെ എക്സസീവ് യൂസ് ഓഫ് സോൾട്ട് ആൻഡ് ഫാറ്റ്, ഇതൊക്കെ എന്ത് അൺഹെൽത്തി ഹാബിറ്റ്സ് ഒക്കെ നമ്മുടെ ഹൈപ്പർ ടെൻഷൻ പോലുള്ള ഡിസീസിന് കാരണമാകുന്നുണ്ട്. ഈ ഹൈപ്പർ ടെൻഷനും ഹൈപ്പോ ടെൻഷനും റെഗുലേറ്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മേ ലീഡ്സ് ടു സ്ട്രോക്ക് ആൻഡ് ഹാർട്ട് അറ്റാക്ക്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് BP. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഫ്രം ദ ബ്ലഡ് ടു ദി സെൽ. ബ്ലഡിൽ നിന്നും സെല്ലിലോട്ട്. ഓക്കെ, you have understood how blood reaches different parts of the body. If so, how do cell get nutrients from blood? So എങ്ങനെയാണ് നമ്മുടെ സെൽസിന് ബ്ലഡിൽ നിന്നും ന്യൂട്രിയൻസ് കിട്ടുന്നത് എന്ന് നോക്കാം. ഓക്കെ, അതിന് മുന്നേ നമ്മുടെ പേജ് നമ്പർ 39 ഇല്ലുസ്ട്രേഷൻ 3.5 നന്നായിട്ടൊന്ന് ഒബ്സേർവ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്കൊരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അയോട്ട വഴി ബ്ലഡിനെ കൊണ്ടുവരുന്നുണ്ട്. ആർട്ടറീസ് ബ്ലഡിനെ ഡിഫറെൻറ്റ് ബോഡി പാർട്സിലോട്ട് എത്തിക്കുകയാണ്. സോ ബ്ലഡ് ആർട്ടറീസ് കൊണ്ടുവരുന്നുണ്ട്. ദെൻ ഈ ആർട്ടറീസ് ഡിവൈഡ് ചെയ്തിട്ട് സ്മാൾ ആർട്ടറീസും കാപ്പിലറീസും ഒക്കെ ആയിട്ട് മാറുന്നത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. സോ കാപ്പിലറീസ് ആകുന്നുണ്ട്. ആ ഒരു പിക്ചറിൽ നമുക്ക് കാപ്പിലറീസ് കാണാൻ പറ്റും. ലിംഫ് ഡക്റ്റ്, സെൽസ്, ടിഷ്യൂ ഫ്ലൂയിഡ് ആൻഡ് ഇൻഡഡ് സെല്ലുലാർ സ്പേസ്. സോ എന്താണ് ഇവിടെ നടക്കുന്ന ഫങ്ഷൻ, നമുക്ക് എന്താണ് ഇവിടെ നടക്കുന്നത് നോക്കാം. ഈ ഒരു പ്രോസസ്സ് എന്താണ്? സോ അവിടെ സെൽസ് കാണാൻ പറ്റുന്നില്ല. ഈ ഒരു ഇതാണ് സെൽസിൻ്റെ ആ ഒരു ക്ലസ്റ്റർ ഓഫ് സെൽസ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഈ ഒരു സെല്ലിൻ്റെ ഇടയിൽ കുറച്ച് സ്പേസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇങ്ങനെ കുറച്ച് സ്പേസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതിനെയാണ് നമ്മൾ ഇൻ്റർ സെല്ലുലാർ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് ഇവിടെ നടക്കുന്നത് നോക്കാം. ആ ഒരു സെൽസിൻ്റെ ഇടയിലുള്ള ആ ഒരു സ്പേസിന് പറയുന്ന പേരാണ് ഇൻ്റർ സെല്ലുലാർ സ്പേസ്. ബ്ലഡ് മൂവ്സ് ത്രൂ ദി കാപ്പിലറീസ്. The fluid part of the blood is called tissue fluid. ഓക്കെ, ഈ കാപ്പിലറീസ് വഴി ബ്ലഡ് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഊസസ് ഇൻ ടു ദി ഇൻഡഡ് സെല്ലുലാർ സ്പേസ്. ഈ ബ്ലഡ് ഇൻഡഡ് സെല്ലുലാർ സ്പേസിൻ്റെ ഉള്ളിലേക്ക് ഊസസ്, ദാറ്റ് മീൻസ് ഒഴുകി വരുന്നുണ്ട്. ഓക്കെ, ഫ്രം വേർ ഇറ്റ് കംസ് ഫ്രം ദി സ്മാൾ ഓപ്പണിങ്സ് ഓഫ് ദി കാപ്പിലറീസ്. കാപ്പിലറീസിൻ്റെ സ്മാൾ ഓപ്പണിങ്സ് വഴി ആ ഒരു ഫ്ലൂയിഡ് പാർട്ട് ഇൻഡഡ് സെല്ലുലാർ സ്പേസിൻ്റെ ഉള്ളിലേക്ക് ഊസസ് ചെയ്യുന്നുണ്ട്, അതായത് ഒഴുകി വരുന്നുണ്ട്. സോ ദ ഫ്ലൂയിഡ് പാർട്ട് ഈസ് കോൾഡ് ടിഷ്യൂ ഫ്ലൂയിഡ്. ആ ഒരു ഉള്ളിലോട്ട് ഇറങ്ങി വരുന്ന ആ ഒരു ഫ്ലൂയിഡ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ടിഷ്യൂ ഫ്ലൂയിഡ്. ഓക്കെ, നമുക്കിനി ഈ ഒരു പിക്ചർ ഒന്ന് എൻലാർജ് ചെയ്തിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് ബ്ലഡും ഉണ്ട്, സെല്ലുണ്ട്. ഈ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൽ സ്പേസ്, ആ ഒരു ബിറ്റ്വീൻ സെല്ലിൻ്റെ ഇടയിലുള്ള സ്പേസിനെ വിളിക്കുന്ന പേരായിരുന്നു ഇൻഡഡ് സെല്ലുലാർ സ്പേസ്. അവിടെ ടിഷ്യൂ ഫ്ലൂയിഡ് പ്രസൻ്റ് ആണ്. ഈ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് അബ്സോർബ്ഡ് ഇൻ ടു ദി ബ്ലഡ്. ബ്ലഡിലോട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ലിംഫ് കാപ്പിലറി
കാപ്പിലറീസിലേക്ക് മൂവ് ചെയ്തിട്ട് ലിംഫായിട്ട് പോകുന്നുണ്ട്. അതായത് the tissue fluid absorbed into the blood and it also moved to the lymph capillaries, that is called lymph. Okay, then അത് ലിംഫ് കാപ്പിലറീസിലോട്ട് പോകുന്നത് കൊണ്ട് അതുപോലെ ബ്ലഡിലോട്ട് അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇൻ്റർ സെല്ലുലാർ സ്പേസിൽ ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെ ആ ഒരു എമൗണ്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വെൻ ദ നമ്മുടെ ബ്ലഡിൽ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? നമുക്ക് ഗ്ലൂക്കോസ്, ഓക്സിജനൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇറ്റ് പാസസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ്. നമ്മുടെ ഓക്സിജനും ഗ്ലൂക്കോസും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെ ഹെൽപ്പ് വഴി അത് സെല്ലിലോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ സെല്ലിലുള്ള വേസ്റ്റും കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? അത് നമ്മുടെ ബോഡിയിൽ നിന്നും വേസ്റ്റായിട്ട് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. സോ ബ്ലഡിൽ നിന്ന് ഗ്ലൂക്കോസും ഓക്സിജനും സെല്ലിലോട്ട് പോവുകയും സെല്ലിൻ്റെ അകത്തുള്ള വേസ്റ്റും കാർബൺ ഡൈ ഓക്സൈഡും എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് എന്ത്? ഇറ്റ്സ് ഫ്രം ദ ബ്ലഡ് ടു ദി സെല്ലിലോട്ട് എങ്ങനെയാണ് ന്യൂട്രിയൻസ് എത്തുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, so that's our today's class. If you have any doubts, please call me.